സ്കൂൾ അവധിയിലായതോടെ അധ്യാപികയുടെ വിശേഷങ്ങൾ അറിയുവാൻ കത്തെഴുതി വിദ്യാർത്ഥികൾ. സുമയ ടീച്ചർക്ക് കുട്ടികൾ എഴുതിയ കത്തുകൾ അങ്ങനെ വൈറലായി. പ്രിയപ്പെട്ട സുമയ ടീച്ചർക്ക്, ടീച്ചറെ നിങ്ങൾക്ക് സുഖാണോ? എനിക്ക് നിങ്ങളെ കാണാൻ പൂതിയാവുന്നു. ടീച്ചർ പെരുന്നാൾ നന്നായി ആഘോഷിച്ചോ? ഞങ്ങൾ വയനാട്ടിലേക്ക് ടൂർ പോയി. ടീച്ചർ ഇപ്പോൾ തൃശ്ശൂരിലാണോ? തൃശ്ശൂർ പൂരം തുടങ്ങാറായോ ടീച്ചറെ? തൃശ്ശൂർ പൂരം വരുമ്പോൾ എന്നെ ഒന്ന് കൊണ്ട് കാണിച്ചു തരണം. ടീച്ചർ ഇങ്ങനെ തൃശ്ശൂര് നിൽക്കണ്ട, ഇവിടെ കൊണ്ടോട്ടി നേർച്ചൊക്കെ തുടങ്ങിയേക്കണേ. കൊണ്ടോട്ടി നേർച്ചക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ടീച്ചർ വേഗം വാ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തറയിട്ടാൽ AM-LP സ്കൂളിൽ 1ാം ക്ലാസ് അധ്യാപികയായ പാടൂർ കൈതമുക്ക് സ്വദേശിനിയായ രായമരക്കാർ വീട്ടിൽ ഷിഹാസിന്റെ ഭാര്യ സുമയ്യയ്ക്കാണ് വിദ്യാർത്ഥികൾ കത്തെഴുതിയിരിക്കുന്നത്. അധ്യാപികയുടെ സ്നേഹവിവരങ്ങൾ ചോദിച്ചാണ് വിദ്യാർത്ഥികളുടെ കത്തുകൾ എത്തുന്നത്. അധ്യയന ദിവസങ്ങളിൽ അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സ്നേഹത്തിന്റെയും മാനസികാടുപ്പത്തിന്റെയും കരുതലിന്റെയും ഉത്തമ ഉദാഹരണമാണ് വിദ്യാർത്ഥികൾ അവധിക്കാല വിനോദങ്ങൾക്കിടയിലും അധ്യാപികയുടെ വിശേഷങ്ങൾ തിരക്കി കത്തെഴുതുന്നതിന് പ്രേരണയായത്. 20ഓളം കുട്ടികളുടെ കത്തുകളാണ് ഇതിനകം ടീച്ചർക്ക് ലഭിച്ചത്. തനിക്ക് അയച്ച കത്തുകൾക്കുള്ള മറുപടി തിരിച്ചയക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സന്തോഷം താൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് സുമയ്യ ടീച്ചർ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ പോസ്റ്റ്മാന് കത്ത് കൊണ്ടുവന്ന് തരിക, ഞാനൊരു കത്ത് വായിക്കുന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടി വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു സന്തോഷവും ആ ഒരു എക്സ്പീരിയൻസും എൻ്റെ മക്കളും അത് ഫീൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഓരോ കത്തുകൾക്കും ഞാൻ മറുപടി അയക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയുടെ പേരിൽ ഒരു കത്ത് വരിക, അവരെ അന്വേഷിച്ചൊരു പോസ്റ്റ്മാൻ പോവുക, അവർക്ക് കത്ത് കൊടുത്ത് അവർ വായിക്കുക എന്നൊക്കെ പറയുമ്പം ആ കുട്ടിക്ക് അത് അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഓരോ കത്തുകൾക്കുള്ള മറുപടി ഞാൻ എഴുതുന്നുണ്ട്. ഇനി വരുന്ന കത്തുകൾക്കും ഞാൻ എഴുതും. സ്വന്തം മക്കളെപ്പോലെ കരുതലോടെ തന്റെ വിദ്യാർത്ഥികളെ സ്നേഹിച്ചതിന് തനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ ഏറെ സന്തോഷവതിയാണ് ഈ അധ്യാപിക.